ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് ഒരു കൂട്ടം തെരുവ് നായ്ക്കളാണ്. അക്രമാസക്തരാകുന്ന നായ്കൾ ഇതിനോടകം നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തു. പരാതി അറിയിച്ചിട്ടും റെയിൽവേ അധികാരികൾ നിശബ്ദത തുടരുകയാണ്. വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നത് ഒരു കൂട്ടം തെരുവുനായ്ക്കളാണ്. ഇവരെ മറികടന്ന് കടിയേൽക്കാതെ പുറത്തു കടന്നാൽ സഞ്ചാരികൾക്ക് ആലപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാം. അല്ലാത്തപക്ഷം ഒരു മാസം ആശുപത്രി കയറിയിറങ്ങി നടക്കേണ്ടി വരും. രാത്രിയിൽ കോഴിക്കോട്ടേക്കുള്ള യാത്രയ്ക്കെത്തിയപ്പോഴാണ് ഡോക്ടർ ഷഹബാസിന് കടിയേറ്റത്. നൈറ്റ് ഒരു 11:30 ആയിട്ടുണ്ടാവും. ഞാൻ അന്ത്യോദയ്ക്ക് കോഴിക്കോട് പോകാൻ വേണ്ടി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. അങ്ങനെ കയറി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ട്രെയിൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ട്രെയിൻ ഒരു 45 മിനിറ്റ്സോളം ലേറ്റ് ആയിരുന്നു. അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ അവിടുന്ന് ഒരു ഡോഗ് ഇതുപോലെ പെട്ടെന്ന് കയറി ബൈറ്റ് ചെയ്യുമായിരുന്നു. പ്രൊവോക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബൈറ്റ് ചെയ്യുമായിരുന്നു. അവിടുന്ന് പിന്നെ അവിടെ നിന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. റെയിൽവേയുടെ അവിടുന്ന് ആരും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ക്ലീനിങ് സ്റ്റാഫ് വന്ന് എനിക്ക് സോപ്പും അതുപോലെ എയ്ഡ് തന്നു. തെരുവുനായ നിയന്ത്രണം നഗരസഭയുടെ ഉത്തരവാദിത്തമായതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് റെയിൽവേയുടെ മറുപടി. വന്ധീകരണം നടത്തി ബീച്ച് പരിസരത്ത് ഇറക്കിവിടുന്ന നായ്ക്കളും റെയിൽവേ സ്റ്റേഷനാണ് താവളമാക്കുന്നത്. ജില്ലയിലെ ABC പദ്ധതി കാര്യക്ഷമമല്ലാത്തതും തെരുവുനായ നിയന്ത്രണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് എന്തെങ്കിലും അപകടം വരുന്നതുവരെ കാത്തു നിൽക്കാതെ അധികാരികൾ കാര്യമായി ഇടപെട്ടേ മതിയാകൂ. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം മനീഷ് ഐഷ മാത്യു, ന്യൂസ് മലയാളം.